വോട്ട് കള്ളി സോണിയാഗാന്ധി. ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്ക് മനസ്സിലാവില്ല. കാരണം സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത് 1983 അതിന് തൊട്ട് മുമ്പ് രാജീവ് ഗാന്ധി 84 പ്രധാനമന്ത്രി ആകുമെന്നുള്ള പ്രതീക്ഷയിൽ ക്യാമ്പയിനൊക്കെ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് സോണിയ പൗരത്വത്തിന് അപേക്ഷിക്കുന്നത്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയി കഴിയുമ്പോൾ ഭാര്യ വിദേശിയാണെന്ന് വന്ന പ്രശ്നം ഉണ്ടാവും. അങ്ങനെ 83 അപേക്ഷ കൊടുത്ത ഉടനെ പൗരത്വം കിട്ടി. പക്ഷേ 83 പൗരത്വം കിട്ടിയ സോണിയാഗാന്ധിയുടെ പേര് 1980 മുതൽ വോട്ടർ പട്ടികയിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ വോട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ പൗരന്മാർ സിറ്റിസൺസ് ആയിരിക്കണം എന്നിരിക്കെ 83 വരെ ഇന്ത്യയിൽ പൗരത്വമില്ലാതിരുന്ന സോണിയാഗാന്ധിയുടെ പേര് എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ വന്നത്? അത് മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ നേതാവാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നതിന് ശിക്ഷിക്കപ്പെട്ട് അധികാരമൊഴിയേണ്ടി വന്നത്. അത് ഇന്ദിരാഗാന്ധി എന്നാണ്. ഞാൻ ആ ചിത്രം ഓർക്കുന്നുണ്ട്. കോടതി ശിക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം ഇന്ദിരാഗാന്ധി മൂക്കും മുടിയുമൊക്കെ കണ്ട് ആവേശം കൊള്ളുന്ന ആളുകൾ മൂക്കും മുടിയും കാണാത്ത ഇന്ദിരാഗാന്ധി കണ്ടു. സാരി കൊണ്ട് മുഖം മറച്ച് കോടതിയിൽ നിന്നിറങ്ങി നാണം കെട്ടുവരുന്ന ഇന്ദിരാഗാന്ധി. ഈ പപ്പു എന്ന് പറയുന്ന ഇന്ത്യാവിരുദ്ധൻ, രാജ്യവിരുദ്ധനായ പ്രതിപക്ഷ നേതാവെന്ന ആഭാസ രാഷ്ട്രീയം നടത്തുന്ന ഇയാളുടെ അമ്മ വോട്ട് കളിയായിരുന്നു. അമ്മൂമ്മ ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിച്ചതിന് ശിക്ഷിക്കപ്പെട്ട ഏക രാഷ്ട്രീയ നേതാവായിരുന്നു. ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഈ ആഭാസ നാടകം നടത്തുന്നത്. ശരിയല്ലേ? അതായത് ഈ 1968 രാജീവ് ഗാന്ധി വിവാഹം ചെയ്തു. നമ്മളൊന്നും ജനിച്ചിട്ടില്ല. അതെ. അപ്പൊ അത് കഴിഞ്ഞ് അവര് ഇവിടെ വന്നിട്ട് 1980 വരെ പൗരത്വം സ്വീകരിച്ചിട്ടില്ല. എന്താന്ന് വെച്ചാൽ അവര് ഇറ്റാലിയൻ പൗരത്വം അവർക്കുണ്ടായിരുന്നു. ഇവരുടെ ഈ ഇറ്റാലിയൻ പൗരത്വം നമ്മുടെ പ്രഗത്ഭരായ പത്രപ്രവർത്തകരിൽ ഒരാളായ പി രാജൻ ആണ് ശരിക്കും മാതൃഭൂമി. അദ്ദേഹം അവരുടെ നിയമകാര്യ ലേഖനമൊക്കെയായിരുന്നു. ആ കാലത്ത് പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് അത് ശരിക്കും ടേക്കപ്പ് ചെയ്ത് എല്ലാവർക്കും, ഇലക്ഷൻ കമ്മീഷനും എല്ലാവർക്കും എഴുതിക്കൊണ്ടിരുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇറ്റാലിയൻ പൗരത്വം നിലനിർത്തിക്കൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. 1983 പൗരത്വം കിട്ടിയിട്ടുള്ളൂ. 1980 വോട്ടർ പട്ടികയിൽ വരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവര് ഇറ്റാലിയൻ പൗരത്വം നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യൻ പൗരത്വം എടുക്കാതെ 68 മുതൽ 83 വരെ ഇവിടെ ജീവിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് 80 വോട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പി രാജൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രധാനമന്ത്രിയാകാനുള്ള ഒരു സാധ്യത വന്നല്ലോ. പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത രാജീവിന്റെ മരണശേഷം പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത വന്നപ്പോഴാണ് രാജേട്ടൻ ഇവർ ഇറ്റാലിയൻ പൗരത്വമുള്ള സ്ത്രീയാണ്, ഇന്ത്യയില് ഇരട്ട പൗരത്വം അനുവദനീയമല്ല. അപ്പോൾ അവർ ആ പൗരത്വം റദ്ദാക്കിയിട്ടുമില്ല അവിടെ. അപ്പൊ നാച്ചുറൽ സിറ്റിസൺ അല്ല ഇവിടെ. അപ്പൊ ഇരട്ട പൗരത്വം എന്ന് പറഞ്ഞ ഇഷ്യൂ അപ്പോഴും ഉണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, അവര് ഇന്ത്യൻ പൗരത്വം 1983 കിട്ടുമ്പോഴും അവർ ഇറ്റാലിയൻ പൗരത്വം റദ്ദാക്കിയിട്ടില്ല. അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് പിന്നീട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുമ്പോൾ ഓർക്കുന്നില്ലേ, ഈ പാർലമെന്ററി പാർട്ടി കൂടി ഇവർ MP ആണല്ലോ, മറ്റേ കോൺഗ്രസിന്റെ ആ സീനൊക്കെ ഞാൻ അന്ന് ലൈവ് കാണിക്കുന്നുണ്ടല്ലോ. ഈ പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് എല്ലാവരും ആവശ്യപ്പെടുന്നത് സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആകണം എന്നാണ്. അപ്പൊ സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രി ആകാനായിട്ട് ഇതിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടല്ലോ, ഈ പൗരത്വ പ്രശ്നം കിടപ്പുണ്ട്. ഇത് ഡുവൽ സിറ്റിസൺഷിപ്പ് ഇത് വലിയ പ്രശ്നമാകുന്നുള്ളത് ഉറപ്പുമാണ്. അപ്പോ ഇവരെന്ത് ചെയ്തെന്നറിയോ, അത് ഞാൻ ആ കാലത്ത് കോളേജിൽ പഠിക്കുന്ന കാലവും മറ്റുമാണ്. ഇന്ത്യ ടുഡേയിൽ പിന്നത്തെ ആഴ്ച ഒരു റിപ്പോർട്ടിലാണ് ഞാൻ കണ്ടത്, ഇവര് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയപ്പോ അതിന്റെ കൂടെ കോൺഗ്രസിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു. കാരണം കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയുന്നത് അനുസരിച്ച് പെരുമാറേണ്ട ആളാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞൊരു വ്യവസ്ഥയിൽ കൂട്ടിച്ചേർത്തു. അത് ശരി. അതായത് ഈ നമ്മള് എന്നിട്ടാണ് അവർക്കൊരു പദവി ഉണ്ട്, നാഷണൽ അഡ്വൈസറി കൗൺസിൽ ചെയർമാനൊക്കെ ആയി. അതായത് നമ്മൾ ഗവർണറുടെ അധികാരം ഭരണഘടനയിൽ പറയുമ്പോൾ ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ മുകളിൽ ആസ് ലോങ് ആസ് ദ ഗവർണർ
ഹാസ് ദി പ്ലഷർ എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, ഗവർണറുടെ ഇഷ്ടം അനുസരിച്ചുള്ള കാലത്തോളം മാത്രമേ തുടരുള്ളൂ. അഭീഷ്ടം എന്ന് പറയാൻ വേണമെങ്കിൽ അഭീഷ്ടം ഉള്ളിടത്തോളം ഇങ്ങനൊരു വ്യവസ്ഥയാണ് കോൺഗ്രസ് ഭരണഘടന ഭേദഗതി ചെയ്ത് സോണിയാഗാന്ധി. ഇത് അന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. അതാ ഞാൻ പറഞ്ഞു, പിൽറ്റത്തെ ആഴ്ച വരുന്ന ഇന്ത്യ ടുഡേ, അന്ന് ഇന്ത്യ ടുഡേ ഒന്നാന്തരം മാസികയാണ്, അതിലാണ് വന്നത് ഇങ്ങനെ ഭരണഘടന ഭേദഗതി ചെയ്തു എന്നുള്ള കാര്യം. ഇവർക്ക് പ്രഷറുള്ളിടത്തോളം സോണിയാഗാന്ധിക്ക് ഇഷ്ടമുള്ള കാലത്തോളം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് മൻമോഹൻ സിംഗ് തുടരും. അന്നും ഈ പൗരത്വ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ഈ രാഹുൽ ഗാന്ധിയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അയാൾ ബ്രിട്ടീഷ് പൗരനാണല്ലോ, അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട. ബ്രിട്ടീഷ് പൗരത്വം മാത്രമല്ല എന്ന് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, ഈ ഇറ്റാലിയൻ നിയമം അനുസരിച്ച് ഇറ്റലിക്കാർ ലോകത്ത് എവിടെ പോയാലും അവിടെ വെച്ച് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ ഓട്ടോമാറ്റിക്കലി ആ കുട്ടികൾ ഇറ്റാലിയൻ പൗരത്വമാണ്. അപ്പോൾ ഈ സോണിയാഗാന്ധി ഇറ്റലി പൗരയായിട്ട് 83 വരെ, 83 പൗരത്വം കിട്ടിയതും ശരിയല്ല. കാരണം മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇറ്റാലിയൻ പൗരത്വം ഉള്ളപ്പോൾ ഇന്ത്യൻ പൗരത്വം കൊടുത്തത് തന്നെ അന്വേഷിക്കേണ്ടതാണ്. അത് തന്നെ ക്രിമിനൽ കുറ്റമാണ്. ഇലക്ഷൻ അട്ടിമറി വോട്ട് 80 മുതൽ വോട്ട് ചെയ്തത് മാത്രമല്ല, ഇറ്റാലിയൻ പൗരത്വം ഉള്ളപ്പോൾ ഇന്ത്യൻ പൗരത്വം കിട്ടിയത് കുഴപ്പമാണ്. അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. ഇത് എന്താന്ന് വെച്ചാൽ 83 ഇവർക്ക് പൗരത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ പ്രധാനമന്ത്രി ആകേണ്ടി വരും, കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകേണ്ടി വരുന്ന നെഹ്റു വംശം ആണല്ലോ. അവര് തീരുമാനിച്ചാല് കൂടിയിട്ടാണല്ലോ ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് മോത്തിലാൽ നെഹ്റുവിന്റെ കാലം മുതലേ ഡൈനിങ് ടേബിളിൽ വൈകുന്നേരം ഇരിക്കുമ്പോഴാണ് അത്താഴ വിരുന്നൊക്കെ രാജ്യസഭ അമൃതത്ത് കഴിക്കുമ്പോൾ തീരുമാനിക്കും. അപ്പോഴാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ അവര് ഇറ്റാലിയൻ പൗരത്വം ഹോൾഡ് ചെയ്യുന്നു, അത് കളയാൻ അവർക്ക് സൗകര്യമില്ല. അങ്ങനെ ഇരിക്കെ എപ്പോഴെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകേണ്ടി വരുന്നുള്ള അവസ്ഥ വന്നു. അപ്പോഴാണ് 83. കാരണം ഇന്ദിരാഗാന്ധിയുടെ കാര്യമൊക്കെ കട്ടപ്പകയാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ രാജീവ് ഗാന്ധി LTT ഒക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യല്ലേ, ആ കൊളംബോയിൽ വെച്ചിട്ട് ഓർമ്മയില്ലേ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരാകേണ്ടി വരുന്നുള്ള തോന്നൽ വന്നു. പ്രധാനമന്ത്രി ആകാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ പൗരത്വ പ്രശ്നം അപ്പോഴും ഉടക്കി. നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആൾ ബ്രിട്ടീഷ് പൗരനാണ്. അതാണ് ബാക്ക് ഓഫ് കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കോടതിയിൽ രേഖ വന്നിട്ടുണ്ട്, കോടതിയിൽ രേഖകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൗരത്വം മാത്രമല്ല, ഈ പത്രസമ്മേളനം നടത്തിയ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിൽ കേന്ദ്രം ഒരു ശക്തമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ കാര്യവും കട്ടപ്പകയാവും. കാരണം അയാൾ ആദ്യം മത്സരിക്കുമ്പോൾ അയാൾ ബ്രിട്ടീഷ് പൗരനാണ്. അല്ല, ഇതിനകത്ത് ഈ സോണിയാഗാന്ധിയുടെ ഇറ്റാലിയൻ പൗരത്വം റദ്ദാക്കിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എനിക്കും തോന്നുന്നില്ല, അങ്ങനെ ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല, കാരണം ആ പ്രശ്നം കിടക്കുന്നതുകൊണ്ടാണല്ലോ. അവർക്ക് പിന്നെയും വേണമെങ്കിൽ പ്രധാനമന്ത്രി ആകാമല്ലോ, അവരാണല്ലോ, ആയില്ല. അപ്പൊ അവര് അങ്ങനെ വരുമ്പോൾ ഇപ്പോഴും സോണിയാഗാന്ധി MP ആയിട്ടിരിക്കുന്ന നിയമവിരുദ്ധമാണ്. അവർക്ക് ഇറ്റാലിയൻ പൗരത്വം റദ്ദാക്കിയിട്ടില്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം രണ്ടും കൂടെ പറ്റില്ല. മാത്രമല്ല, കേന്ദ്രത്തിൽ വേണേൽ അന്വേഷിക്കാം. ഇറ്റാലിയൻ പൗരത്വം കയ്യിലുള്ളപ്പോൾ എങ്ങനെ 83 ഇന്ത്യൻ പൗരത്വം കൊടുത്തു? അത് സീസ് ചെയ്യാതെ എടുക്കാൻ പറ്റില്ല. അതെ. അപ്പോൾ ഈ എന്തായാലും ഈ ഇപ്പോൾ ഇവരുടെ സോണിയാഗാന്ധിയുടെ പൗരത്വത്തിന്റെ വിഷയം BJP തന്നെയാണ് രേഖ പുറത്തുവിടുന്നത്. അത് ചിലപ്പോൾ ഒരു സൂചന മാത്രമായിരിക്കും, ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നുള്ളൂ ഈ രാഹുൽ ഗാന്ധി ചെയ്തതേ ക്യാൻ ഓഫ് വേംസ് എന്ന് പറയില്ലേ, പുഴുക്കളുടെ ഒരു ടിൻ തുറന്നു വിട്ട പോലത്തെ ഒരു പരിപാടിയാണ്. പണ്ടോറയുടെ പെട്ടി എന്നൊക്കെ പറഞ്ഞ അതിനേക്കാൾ കുഴപ്പം പിടിച്ചതായത് ഇത് ഈ പുഴുക്കൾ അരിച്ചു നിൽക്കുന്ന ഒരു പെട്ടി, അഴുകിയ സാധനം, ദുർഗന്ധം മോഹിക്കുന്ന ഒരുപാട് കഥകൾ ഇനി പുറത്തേക്ക് വരാം. കുടുംബത്തിൽ നിന്ന് തന്നെ ധാരാളം വരാൻ ഇനിയും കിടപ്പുണ്ട്. ഇപ്പോ ഈ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന സഹോദരി മത്സരിച്ച വയനാട്ടിലോ അവിടെയൊക്കെ ഇതുപോലത്തെ ഒരുപാട് 0 മേൽവിലാസം, ഒരേ വീട്ടിൽ നിന്ന് കുറെ ആളുകൾ, മലപ്പുറത്താണെങ്കിൽ 100 പേര് ഒരു കുടുംബത്തിൽ നിന്ന്, ഇങ്ങനെ ധാരാളം രേഖകൾ ഇപ്പൊ വരുന്നുണ്ടല്ലോ. അപ്പോ ഇപ്പോ സുരേഷ് ഗോപിക്കെതിരെ തൃശ്ശൂര് അസമിൽ നിന്നാണ് മൻമോഹൻ സിംഗ് MP അല്ലല്ലോ പ്രധാനമന്ത്രിയാക്കുമ്പോ, ആൾ അസമിൽ നിന്നാണ് രാജ്യസഭാംഗം ആവുന്നത്.
അങ്ങനെയാണെങ്കിൽ അവിടെ അയാൾ താമസക്കാരനായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു വിലാസം ഉണ്ടാക്കിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അവിടെ ഒരു താമസക്കാരനാണെന്ന് വരുത്തുന്നു. ഇതിപ്പോൾ 6 മാസം മുമ്പേ ഒരു സ്ഥലത്ത് താമസിക്കണം എന്നൊക്കെയല്ലേ നിയമത്തിലുള്ളത്. ഇവർ 2 വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് കണ്ടെത്താൻ എന്താ വഴിയുള്ളത്? അല്ല, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 10 പേര് പുതിയ വോട്ടർമാർ വന്നു, അവരൊക്കെ സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്തതിന് തെളിവെന്താ? എന്താ ഇതിനൊക്കെ തെളിവ്? ഇന്നിപ്പോ സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ ഭാര്യയുടെ മക്കളുടെ പറയാം, ഓക്കെ. ബാക്കിയുള്ള വോട്ടുകൾ സുരേഷ് ഗോപിയുടെ എങ്ങനെ പറയും? അതെ, എങ്ങനെ പറയാനാണ്? അപ്പോൾ ഇത് ഇന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചില്ലേ, ഞങ്ങൾ 60,000 വോട്ട് കള്ള വോട്ട് ചെയ്തു. നിങ്ങൾ ശിവൻകുട്ടി പറയുമ്പോൾ നീയൊക്കെ പോയി തൂങ്ങിച്ചത്തൂടെ എന്നാണ് സുരേന്ദ്രൻ ചോദിച്ചത്. അതെ, സുരേന്ദ്രൻ അതിന്റെ കൂടെ പറയുകയും ചെയ്തു, സുരേന്ദ്രനെ കള്ള വോട്ട് കൊണ്ടാണ് തോൽപ്പിച്ചത് 89. ഇതിൻ്റെ അകത്ത് CPM MA ബേബി പ്രിയങ്കയുടെ കൂടെയൊക്കെ നടക്കുന്നു എന്നല്ലാതെ കേരളത്തിലെ CPM ഒരു നിലപാട് ഇതിലെടുത്തിട്ടില്ല. CPM അങ്ങനെ കാര്യമായി മിണ്ടി. ശിവൻകുട്ടി എന്തൊക്കെയോ വിടുവായ പറഞ്ഞു എന്നല്ലാണ്ട് ഒഫീഷ്യലി CPM പ്രതികരിക്കുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ പെടുന്നത് അവരായിരിക്കും. ഈ കള്ളവോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ CPM-ൻ്റെത് പുറത്തു വരും. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് സ്ഥിരമായി എങ്ങനെ ചില 5-6 മണ്ഡലങ്ങൾ അവരുടെ കയ്യിലിരിക്കുന്നു. മറവത്തൂർ കരവ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതുണ്ട്. അതിനകത്ത് ഈ ശ്രീനിവാസന്റെ മൂട്ടിൽ വെടികൊള്ളുന്ന, എന്നിട്ട് ആ മരത്തെ പിടിച്ചോണ്ട് നിൽക്കുന്നൊരു നിപ്പില്ലേ. രാഹുൽ ഗാന്ധി ഇപ്പോ എത്ര വെടിയാണ് മൂട്ടി കയറിയിരിക്കുന്നറിയില്ല, മൂട് മിക്കവാറും അരിപ്പ പോലെ ആവും. ആ അവസ്ഥയിലാണ് ഇപ്പം. അതായത് ചിലർ പറയുന്നുണ്ടല്ലോ, വെക്കുന്ന വെടിയെല്ലാം സ്വന്തം മൂട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി മാറുകയാണ്. എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇത് സ്വിച്ചിട്ട പോലെ ഈ സമരം നിർത്തി രാഹുൽ ഗാന്ധി പട്ടായയ്ക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് നിർത്തുന്നതാണ് നെഹ്റു വംശത്തിന് നല്ലത്. ഇല്ലെങ്കിൽ പുഴുക്കളായി പോലും ചിലപ്പോൾ ബാക്കിയുണ്ടാവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.